സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാധിക അവിടെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഭഗവാനെ, മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും എല്ലാ കള്ളക്കളയും എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു കളയണേ. എല്ലാ സത്യവും എല്ലാവർക്കും തിരിച്ചറിയണം. ഇനിയും കണമകളും കുടുംബത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. എല്ലാത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം കാണിച്ചു തരണേ. അങ്ങനെ പറഞ്ഞാൽ ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുവാണ്ട് രാധിക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന ബെഞ്ചമിനെയാണ്. അങ്ങനെ ബെഞ്ചമിൻ റോഡിലൂടെ നടക്കുന്ന സമയത്ത് അജിത്തിനെ ഫോണിൽ വിളിക്കുവാണ്. ഹലോ സാറേ, ഞാൻ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വിളിച്ചതാ. എന്താ അത്? മറ്റൊന്നുമല്ല, ഇന്ന് 11 മണിക്കാണ് കണിമംഗലം ഗ്രൂപ്പിൽ പുതിയ മാനേജർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ഞാൻ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത കാര്യം പറഞ്ഞിരുന്നല്ലോ. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സാറിനെ വിളിച്ചൊന്ന് ആശംസ വാങ്ങാമെന്ന് വിചാരിച്ചു. ആ ഒരു പോസ്റ്റിലേക്കുണ്ടല്ലോ ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. എന്നേക്കാൾ പഠിപ്പും എക്സ്പീരിയൻസുള്ള കുറേ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ സാർ നോക്കിക്കോ, ആ ഒരു മാനേജർ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ബെഞ്ചമിൻ തന്നെയായിരിക്കും. അന്നേരം അത് കേട്ട് അജിത്ത് ചോദിക്കണേ, അതൊക്കെ കുറച്ച് ഓവർ കോൺഫിഡൻസ് അല്ലേ ബെഞ്ചമിൻ? അല്ല, സാധാരണ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് മറ്റുള്ളപ്പോൾ ആൾക്കാർ അമ്പലത്തിലും മറ്റുമ്പോൾ വഴിപാടൊക്കെ നടത്താറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വഴിപാടോ മറ്റോ ബെഞ്ചമിൻ നടത്തിയിട്ടുണ്ടോ? ഈ സമയം ബെഞ്ചമിൻ പറയണേ, അങ്ങനത്തെ ചടങ്ങൊന്നുമല്ല, പക്ഷേ ഒരു ചടങ്ങ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അതിവിടെ നടക്കുകയും ചെയ്യും. ആ പോസ്റ്റിലേക്ക് എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ നോക്കിക്കോ. ഇനി ഞാൻ സാറിനെ വിളിക്കാൻ പോകുന്നത് കണിമംഗലം ഗ്രൂപ്പിലെ മാനേജറായിട്ട് നിന്നുകൊണ്ടായിരിക്കും. അത് കേട്ടിട്ട് അജിത്ത് പറയണേ, ഇത് കുറച്ചധികം ഓവർ കോൺഫിഡൻസ് അല്ലേ ബെഞ്ചമിനെ? എന്താണെങ്കിലും സാരമില്ല, എൻ്റെ ഞൊളിഞ്ഞ ഞാൻ ചെയ്തേക്കാം. ഓൾ ദി ബെസ്റ്റ്. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ. എന്നാൽ ശരി സാറേ, പിന്നീട് വിളിക്കാം. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിൻ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് കാറിന് പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയാണ് കേട്ടോ. അന്നേരം വരുൺ പെട്ടെന്ന് കാർ ഓടിച്ച് പോകുമ്പോഴായിരിക്കും വഴിയിലൂടെ നടന്നു പോകുന്ന ബെഞ്ചമിനെ കാണുന്നത്. ഇത് ബെഞ്ചമിനല്ലേ? അങ്ങനെ പറഞ്ഞ വരുൺ പെട്ടെന്ന് തന്നെ കാർ നിർത്തി കാറിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. ഈ സമയം ബെഞ്ചമിനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ബെഞ്ചമിൻ്റെ മുമ്പിലേക്ക് ഒരു കാർ വന്ന് വട്ടം നിൽക്കുന്നത് കാണുന്നത്. കാറിൽ നിന്നും കോട്ട് സൂട്ടിട്ട ഒരാളും അയാളുടെ കൂടെ അയാളുടെ മാനേജർ ഇറങ്ങി വരുന്നുണ്ട്. അയാൾ ബെഞ്ചമിനോട് ചോദിക്കണേ, ബെഞ്ചമിൻ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ എത്ര തവണ ഞാൻ ഫോണിൽ വിളിച്ചെന്നറിയോ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അന്നേരം ബെഞ്ചമിൻ പറയണേ, പപ്പ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പപ്പയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് ശ്വാസം മുട്ടുവാണ്. അതിൽ നിന്ന് എനിക്കൊരു മോചനം ആവശ്യമാണെന്ന് തോന്നി. അതാ ഞാൻ വീട് വിട്ടിറങ്ങിയത്. പിന്നെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? എടാ ബെഞ്ചമിൻ, നീ എനിക്ക് ഒരു മോനാണ്. നീ ഇങ്ങനെ വാലും വഴിച്ച് നടക്കുന്നതും തെരുവിലെ കണ്ട തെണ്ടികളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതുമൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാനാ? നിന്നെ ഇങ്ങനെ ഒരു തെരുവണ്ടിയായി കാണാനല്ല ഇത്രയും നാൾ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്. അന്നേരം ബെഞ്ചമിൻ പറയണേ, പപ്പ, നമ്മുടെ മണിമാളിക പോലെയുള്ള വീട്ടിലുണ്ടല്ലോ, അവിടെ താമസിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ സന്തോഷം കിട്ടുന്നുമുണ്ട്. ഇപ്പം തന്നെ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുക. അത് കേട്ടിട്ട് ആ മാനേജർ പറയണേ, സാറെന്തിനാ സ്വന്തമായിട്ട് കമ്പനി ഉള്ളപ്പോൾ മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നത്? സാറിൻ്റെ പപ്പ ഉണ്ടാക്കിയതെല്ലാം സാറിന് വേണ്ടിയല്ലേ? അന്നേരം ബെഞ്ചമിൻ പറയണേ, പപ്പയെ പോലെ എനിക്കൊന്നും സമ്പത്തിൻ്റെ പുറകെ ഓടാൻ തീരെ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു ചെറിയ ജോലി മാത്രം മതി. അതിൽ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പാവപ്പെട്ടവർക്കും ആരോരും ഇല്ലാത്തവർക്കും വേണ്ടി തന്നെ ചിലവഴിക്കാനാണ് എൻ്റെ തീരുമാനം. ആ കാശ് ഞാൻ സമ്പാദിച്ചുണ്ടാക്കുന്നതായത് കാരണം അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നേരം ബെഞ്ചമിൻ്റെ പപ്പ പറയണേ, ബെഞ്ചമിൻ, നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുവാണ്, മര്യാദക്ക് നീ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വാ. എൻ്റെ മോനായിട്ട് നീ ജീവിക്കുക. അന്നേരം ബെഞ്ചമിൻ പറയണേ, ഇല്ല പപ്പ, പപ്പക്ക് മനുഷ്യത്വത്തിൻ്റെ വില അറിയില്ല, മനുഷ്യബന്ധങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അറിയില്ല. എല്ലാം പണത്തിൻ്റെ ത്രാസ് കൊണ്ട് മാത്രം പപ്പ തൂക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി എനിക്കൊരു തിരിച്ചു വരവുണ്ടാവില്ല. എൻ്റെ വഴി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അതിലൂടെ മാത്രമേ പോകുകയുള്ളൂ. അന്നേരം ബെഞ്ചമിൻ്റെ പപ്പ പറയണേ, ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണാനായിട്ട് വരില്ല. നീ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരികയും വേണ്ട. നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ. നിൻ്റെ ഒരു കാര്യം അന്വേഷിക്കാനും ഇനി പപ്പ വരില്ല. അങ്ങനെ പറഞ്ഞ് കാറെടുത്ത് അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ട് ബെഞ്ചമിൻ ഒരു പ്രത്യേക തരം ക്യാരക്ടർ തന്നെയാണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് വരുൺ. എന്നിട്ട് വരുണും കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ബെഞ്ചമിൻ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് തൻ്റെ പ്ലാനെല്ലാം വർക്കൗട്ടായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണ്. അന്നേരം കാറിൽ പോയ ബെഞ്ചമിൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ, അയാൾ വിളിക്കുക, സാർ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസൊക്കെ? കൊള്ളാം. ആവശ്യം വന്നാലേ എൻ്റെ തന്തയാകാനും നിന്നെ കൊണ്ട് പറ്റും. എന്നാൽ ശരി, വെച്ചോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും രാധികയും പത്മിനിയും കൂടി അടുക്കളയുടെ ഭാഗത്തുള്ള ബാക്ക് സൈഡിലുള്ള ആ ഏരിയയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അവർ അവിടെ ഉള്ളൊരു സ്റ്റോർ റൂം ഉണ്ടല്ലോ, അത് പൊളിച്ചു കളഞ്ഞ് അവിടെ തുണികളും മറ്റും നനക്കാനും ഉണക്കാനും ഒക്കെ ഇടുന്ന ഒരു സ്ഥലമാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം സുകുമാരിയമ്മ അടുക്കളയിൽ വന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അവർ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് സുകുമാരി ആലോചിക്കണേ, ഇവരെന്താണോ ഇത്ര സംസാരിക്കുന്നത്?
ഓ, മൂന്നും കൂടി തമ്മിലുള്ള ഒത്തൊരുമ കണ്ടില്ലേ? കണ്ടിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. പെട്ടെന്നായിരിക്കും അവിടെ ഇരിക്കുന്ന വെളിച്ചെണ്ണ കാണുമ്പോൾ സുകുമാരിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ ആ വെളിച്ചെണ്ണ കയ്യിലെടുത്തുകൊണ്ട് സുകുമാരിയമ്മ പമ്മി പമ്മി അടുക്കളയുടെ ബാക്കിലുള്ള ഏരിയയിലുള്ള ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ സ്റ്റെപ്പിൽ മുഴുവൻ എണ്ണ ഒഴിക്കുവാണ്. ചെയ്യുന്നത് കുറച്ച് പാപമാണ്, എന്നാലും സാരമില്ല. ആ മൂന്നെണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ തീട്ടി വീഴുമല്ലോ. വീഴട്ടെ, അവളന്മാർക്ക് അങ്ങനെ തന്നെ കിട്ടണം. ഇടയ്ക്കൊരു പണി അവർക്കും കിട്ടണമല്ലോ. അങ്ങനെ പറഞ്ഞ് സുകുമാരിയമ്മ അവിടെ മുഴുവൻ എണ്ണ ഒഴിച്ചിട്ട് അകത്തേക്ക് ഒന്നും അറിയാത്ത പോലെ കയറി പോകുവാണ്. എന്നിട്ട് അടുക്കളയിൽ വന്ന് പമ്മി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും അടുക്കളയ്ക്ക് വരുന്നുണ്ടാവും. മുത്തശ്ശി, അവിടെ രാധികയുടെ ആഭരണപ്പെട്ടില്ലേ, ഒരു മാല ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാത്. അവളോട് ഞാൻ ആ മാല ചോദിക്കും. അതേക്കുന്നത് മുത്തശ്ശി പറയണേ. പിന്നെ നീ ചോദിച്ച അവൾ തരാൻ പോകുമല്ലേ? പിന്നെ തരാതെ, ഞാനിപ്പോൾ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പെൺകുട്ടിയല്ലേ. അപ്പം ഞാൻ ചോദിച്ചാൽ ചേച്ചി തരും. എന്നിട്ട് ഞാനത് മുത്തശ്ശി കൊണ്ടുവന്ന് തരാം. മുത്തശ്ശി അത് വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് ആവശ്യമുള്ള പൈസ അതിൽ നിന്നും കിട്ടുമല്ലോ. ആ, അത് കൊള്ളാം. എന്നാലേ നീ എങ്ങനെയെങ്കിലും ആ മാല അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്ക്. അവൾ ആ പെട്ടി എങ്ങാനും തുറന്നാലുണ്ടല്ലോ, മാല വേണമെന്നും പറഞ്ഞിട്ട് നീ നിർത്താതെ നിന്നങ്ങ് കരയണം. മാല കിട്ടുന്നത് വരെ കരച്ചിട്ട് നിർത്താനേ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി മുത്തശ്ശി. ദേ, ചേച്ചിയല്ല അവിടെ നിൽക്കുന്നത്, ഇപ്പം തന്നെ ഞാൻ പോയി മാല ചോദിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് സുകുമാരി എന്നയുടെ കാര്യം ഓർക്കുന്നത്. അയ്യോ മോളെ, നിക്കടി, പോവല്ലേ. എന്നാൽ ഈ സമയം തന്നെ പ്രിയങ്ക സ്റ്റെപ്പ് ഇറങ്ങി അവിടെ എണ്ണയിൽ തട്ടി വീണിട്ടുണ്ടാകും കേട്ടോ. അയ്യോ അമ്മേ, എനിക്ക് വേദനിക്കുന്നേ എന്നും പറഞ്ഞ് പ്രിയങ്കയാണെങ്കിൽ ആകെ അലറി വിളിച്ച് കരയുവാണ്. ഈ സമയം ശബ്ദം കേട്ട് രാധികയും പത്മിനിയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരിക. സുകുമാരിയമ്മയും താഴത്തേക്ക് ഇറങ്ങി വരിക. അയ്യോ എൻ്റെ മോളെ, എന്താ മോളെ നിനക്ക് പറ്റിയത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം രാധികയും പത്മിനിയൊക്കെ ചോദിക്കണേ, എന്താ പറ്റിയത്, എന്താ പ്രിയങ്കയും, അല്ല എങ്ങനെയാണ് ഇവിടെ എണ്ണ വീണത് എന്ന് പത്മിനി ചോദിക്കുക. അന്നേരം സുകുമാരി പറയണേ, ആർക്കറിയാം, നിങ്ങൾ തന്നെയായിരിക്കും എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാനായിട്ട് എണ്ണ തൂകിയിട്ടത്. അന്നേരം പത്മിനി പറയുന്നുണ്ട്, സുകുമാരിയമ്മേ, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേ. ഞങ്ങൾ ഇത്രയും നേരം പുറത്ത് നിൽക്കുമായിരുന്നല്ലോ, പിന്നെ ഞങ്ങൾ എപ്പോൾ വന്നെണ്ണ ഇടാനാ. ഈ സമയം പരമേശ്വരനും ഒച്ചയൊക്കെ കേട്ട് അങ്ങോട്ട് വരിക. എന്താ പറ്റിയത്, പ്രിയങ്ക വീണോ? ആ, എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് പ്രിയങ്കയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് രാധികക്കും ജയഭാരതിയമ്മക്കും മനസ്സിലാകുവാണ്. അവർ പറയണേ, പ്രിയങ്കയെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്നാൽ സുകുമാരിയമ്മ അതിന് സമ്മതിക്കുന്നില്ല. അതൊന്നും വേണ്ട, റൂമിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അന്നേരം പ്രിയങ്ക കിടന്ന് കരയുന്നുണ്ട്. അയ്യോ ഇല്ല മുത്തശ്ശി, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നടുവും വയറും ഒക്കെ വേദനിക്കുന്നേ എന്നും പറഞ്ഞ് പ്രിയങ്ക ഭയങ്കര കരച്ചിലാണ്. ഈ സമയം രാധികയും ജയഭാരതിയമ്മയൊക്കെ നിർബന്ധിക്കുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ആ ഡ്രൈവറോട് കാർ എടുക്കാൻ പറയാം. നിങ്ങളോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണെങ്കിൽ തന്നെ ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം. നിങ്ങളുടെ ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. അന്നേരം പരമേശ്വരൻ പറയണേ, നിങ്ങൾ എന്താ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനല്ലേ പറഞ്ഞത് പ്രിയങ്കയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നേരം സുകുമാരിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞത്, പ്രിയങ്കയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ എനിക്കറിയാം. സുകുമാരിയുടെ കണ്ണൊന്ന് തെറ്റിയാതാക്കത്തിന് രാധികയും ജയഭാരതിയമ്മയും കൂടി പ്രിയങ്കയെ പൊക്കിയെടുത്ത് വണ്ടീൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുവാണ്. അന്നേരം സുകുമാരിയാണെങ്കിൽ പിന്നാലെ ഓടി ചെല്ലുക. നിൽക്കാനല്ല പറഞ്ഞത്, എൻ്റെ മോളെ നിങ്ങൾ കൊണ്ടുപോകണ്ട. ഈ സമയം രാധികയും ജയഭാരതിയമ്മയും കൂടി പ്രിയങ്കയെ കാറിലേക്ക് കയറ്റുക. എന്നിട്ട് സുകുമാരിയും കാറിലേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ജയഭാരതിയമ്മ പറയണേ, സുകുമാരി വരണ്ട, ഇവിടെ നിന്നാൽ മതി. അത് ശരി, നിങ്ങളുടെ ഒപ്പം എൻ്റെ കൊച്ചിനെ വിടാനോ? സമ്മതിക്കില്ല, ഞാനും കൂടി വരും. അങ്ങനെ പറഞ്ഞ് സുകുമാരിയമ്മയും ഇടിച്ചു കയറുവാണ്. അങ്ങനെ പ്രിയങ്കേനെയും കൂട്ടി രാധികയും ജയഭാരതിയമ്മയും സുകുമാരതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ പറയണേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അന്നേരം പത്മിനി പറയണേ, അവിടെ സ്റ്റെപ്പിൽ നിറയെ എണ്ണ കിടപ്പുണ്ടായിരുന്നു. ഇത് അവനവൻ കുഴിച്ച കെണിയിൽ അവനവൻ വീണു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് നടന്നത്. ഞാനും രാധിക മോളും അമ്മയുമൊക്കെ അവിടെ അടുക്കളേൻ്റെ പിൻഭാഗത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളിൽ ആരെങ്കിലും വീഴണം, അതിനുവേണ്ടി തന്നെ സുകുമാരിയും ഒപ്പിച്ച പണിയായത്. എന്തൊക്കെയാണ് സ്ത്രീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഇനി ഇതിൻ്റെ പേരിൽ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. വല്ലാത്തൊരു ഗതികേടിലായി പോയല്ലോ പത്മിനി നമ്മൾ എന്നും പറഞ്ഞാൽ സങ്കടത്തോടെ നിൽക്കുവാണ്ടോ പരമേശ്വരൻ. പിന്നീട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികേനെയും പ്രിയങ്കേനെയും ഒക്കെ ഉണ്ടോ കാണിക്കുന്നത്. പ്രിയങ്കയാണെങ്കിൽ നല്ല കരച്ചിലായിരിക്കും. മുത്തശ്ശി, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി, എന്ന് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നേരം ജയഭാരതിയമ്മ പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അയ്യടാ, അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം ജയഭാരതി പറയണേ, അതെ, ഒരു വലിയ ഹോസ്പിറ്റൽ തന്നെയാണ്, കുറേ ഡോക്ടർമാരും ഉണ്ട്. അന്നേരം സുകുമാരിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. അത് വേണ്ട, ഇതിനു മുമ്പ് പോയ ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ മതി. അന്നേരം രാധിക പറയണേ, എൻ്റെ മുത്തശ്ശി, അത് കുറേ ദൂരെയാണ്, അത്ര നേരെയുള്ള വേദന എടുത്ത് നിൽക്കാനോ? അയ്യോ, എന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രിയങ്ക കരയുവാണ്. ഈ സമയം സുകുമാരി പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്കെന്തറിയാം?
അതെ, നേരത്തെ പോയ ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ മതി, അല്ലാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കും ഞാൻ വരില്ല. വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഈ സമയം രാധിക പറയണേ, ദേ മുത്തശ്ശി, ഇവളെ എൻ്റെ കൂടി അനിയത്തിയാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ മുത്തശ്ശിയുടെ അഭിപ്രായം വേണ്ട. ജയഭാരതി മുത്തശ്ശി പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നുണ്ടോ സുകുമാരി. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ വേദന കൊണ്ട് പുളയുന്നുമുണ്ട്. അങ്ങനെ സുകുമാരിയുടെ പേടിയും ഭയമൊക്കെ കാണുമ്പോൾ തന്നെ തങ്ങളുടെ സംശയം ഏതാണ്ട് 90% തന്നെ ശരിയാണെന്ന് രാധയ്ക്കും ജയഭാരതിയും ഒക്കെ മനസ്സിലാകുവാണ്. ഇന്നത്തോടെ ആ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്